കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദമാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധം, അതിന് പിന്നാലെ മന്ത്രിക്ക് പരിക്ക് പറ്റിയെന്ന വാർത്ത. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന ചില വീഡിയോ ദൃശ്യങ്ങളും ആരോപണങ്ങളും ഈ സംഭവത്തെ പൂർണ്ണമായും പുതിയ വഴിത്തിരിവിലേക്ക് നയിച്ചിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മന്ത്രി വീണ ജോർജ് എത്തുമ്പോൾ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്നുണ്ടായ തള്ളും വലിയും പ്രതിഷേധവും അതിന് പിന്നാലെ മന്ത്രിക്ക് പരുക്കുപറ്റിയെന്ന റിപ്പോർട്ടും. സംഭവം നിമിഷങ്ങൾക്കുള്ളിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വാർത്തയായി മാറി. കത്രിക വയ്ക്കാത്ത വീഡിയോ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി തൗഫീഖ് രാജൻ പുറത്തുവിട്ടു. മന്ത്രി തന്നെയാണ് പ്രതിഷേധക്കാർക്ക് നേരെ ആക്രോശിച്ച് മുന്നോട്ട് പാഞ്ഞെടുക്കുന്നതെന്ന് KSU ആരോപിക്കുന്നു. അതുമാത്രമല്ല, പ്ലാറ്റ്ഫോമിൽ ഏകദേശം 40 പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നുവെന്നും വെറും 4 KSU പ്രവർത്തകർ മാത്രമാണ് പ്രതിഷേധിച്ചിരുന്നതെന്നും അത്തരത്തിലൊരു ആക്രമണം നടക്കാൻ സാധ്യതയില്ലെന്നും KSU പറയുന്നു. പരിക്ക് വിവാദം കൂടുതൽ ശക്തമാക്കിയത് മറ്റൊരു ചിത്രമാണ്. കണ്ണൂരിലെ പ്രതിഷേധത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മട്ടന്നൂരിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രിയുടെ ചിത്രത്തിൽ കയ്യിൽ ബാൻഡേജ് കാണുന്നുവെന്നാണ് KSU ആരോപിക്കുന്നത്. അതായത് പരിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണോ അല്ലെങ്കിൽ മുൻപേ ഉണ്ടായതാണോ? മന്ത്രി വീണ ജോർജ് സ്കൂൾ കാലത്ത് മോണോ ആക്ടിന് സമ്മാനം നേടിയിരുന്നുവെന്നും ഈ സംഭവത്തിലും മികച്ച അഭിനയത്തിന് അവാർഡ് നൽകണമെന്നും തൗഫീഖ് രാജൻ പരിഹസിച്ചു. മൈലപ്ര മൗണ്ട് ബദനി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് വീണ കുര്യാക്കോസ് എന്ന പേരിൽ മോണോ ആക്ടിന് സമ്മാനം നേടിയതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ന്യൂസ് 18 കേരള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തൗഫീഖ് രാജൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് സഹതാപ തരംഗം സൃഷ്ടിക്കാൻ തയ്യാറാക്കിയ നാടകമാണെന്നും ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നുമാണ്. എന്നാൽ കടുത്ത ആക്രമണം നടന്നുവെന്ന നിലപാടാണ് CPM-ൻ്റേത്. മന്ത്രിയെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമം നടന്നുവെന്നും മന്ത്രിക്ക് കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ടെന്നും മെഡിക്കൽ പരിശോധനകൾ നടത്തിയെന്നും CPM അവകാശപ്പെടുന്നു. മന്ത്രി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. റെയിൽവേ സുരക്ഷാ സേനയുടെ കണ്ടെത്തൽ: സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നടത്തിയ പരിശോധനയിൽ മന്ത്രി ആക്രമിക്കപ്പെടുന്ന വ്യക്തമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇത് വിവാദം കൂടുതൽ ശക്തമാക്കുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. റെയിൽവേ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി മെഡിക്കൽ റിപ്പോർട്ടുകളും ശേഖരിക്കുന്നുണ്ട്. അന്വേഷണം തുടരുകയാണ്. വീഡിയോ ദൃശ്യങ്ങൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ ഇതെല്ലാം ചേർന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിവാദമായി മാറുകയാണ് ഈ സംഭവം. സത്യം എന്താണ്? അന്വേഷണത്തിൽ എന്ത് കണ്ടെത്തും? കേരളം ഇപ്പോൾ കാത്തിരിക്കുന്നത് ഈ ഒരൊറ്റ ഉത്തരത്തിനായി.